ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സദ്യ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് വായിൽ വെച്ച് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ബോളിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രം സൈഡിൽ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണിത്. പായസത്തിൻ്റെ കൂടെ, അതായത് പാൽപ്പായസത്തിൻ്റെയോ സേമിയ പായസത്തിൻ്റെ കൂടെയാണ് കഴിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉണ്ടാക്കാനത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ബോളിക്ക് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. മറ്റുള്ള തരം പരിപ്പൊന്നും എടുക്കരുത്, കടലപ്പരിപ്പ് തന്നെ വേണം. ഇവിടെ ഇപ്പോൾ നമ്മൾ 1 കപ്പ് കടലപ്പരിപ്പ് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നന്നായിട്ടത് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ അത് പാത്രത്തിൽ ഇതുപോലെ വേവിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആദ്യം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, ഒരു നുള്ള് തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വെള്ളത്തിൽ നിന്ന് അത് ഊറ്റിയെടുക്കും. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കില്ല. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതിൻ്റെ വേവ് നന്നായിട്ട് ശ്രദ്ധിക്കണം. വേവ് കറക്റ്റായിട്ടില്ലെങ്കിൽ ബോളി നമുക്ക് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് നമ്മളൊരു 2 മണിക്കൂറൊക്കെ കുതിർത്തിട്ടുള്ള പരിപ്പായതുകൊണ്ട് അരമണിക്കൂറിൽ വെന്ത് വരും. ഇതിൻ്റെ വേവ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു വരണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം പരിപ്പ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായി മാറി അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വരണം. അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബോളിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പിയിൽ നമ്മൾ മൈദ തന്നെയാണ് ചേർക്കുക. അപ്പോൾ പരിപ്പ് നമ്മൾ അളന്നെടുത്തിട്ടുള്ളത് ഏത് കപ്പിലാണോ അതേ കപ്പ് തന്നെ മൈദ എടുക്കുക. ഇനി ആദ്യം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മാവിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടുതലാവരുത്, കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ആദ്യം അതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം കുഴയ്ക്കാൻ. ഏകദേശം ഒരു അരക്കപ്പിനടുത്ത് വെള്ളം വേണ്ടി വരും. അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഇതുപോലെ കുറേശ്ശെ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മളിതിന് വേണ്ടി എടുക്കേണ്ടത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യൊക്കെയാണ് നമ്മളിതിൽ ചേർക്കുക. എന്നിട്ട് അത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കുഴയ്ക്കുമ്പോൾ ആ മാവ് വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ചെറുതായിട്ട് ഇതുപോലെ കയ്യിലൊട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ വീണ്ടും 1 ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 2-3 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കുമ്പോഴേക്കും ഒട്ടലൊക്കെ മാറി മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവായിട്ട് കിട്ടും. ഇനി ഈ മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ആ പാത്രത്തിൽ ആദ്യം കുറച്ച് എണ്ണയാക്കി കൊടുത്തതിന് ശേഷം മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് മാവ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ആ നല്ലെണ്ണ തന്നെ അതുപോലെ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുക. ആ മാവ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എന്തായാലും ചെയ്യണം. മാവ് ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായി ഊറി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ബോളി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ചുരുങ്ങിയത് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ആ കടലപ്പരിപ്പ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ നല്ലോണം വലിഞ്ഞ് നല്ലോണം ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിൽ ആ പരിപ്പിൻ്റെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ വേണം പൊടിച്ചെടുക്കാൻ. അതൊരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിൽ പരിപ്പിൻ്റെ തരികളുണ്ടെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബോളിക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാം. നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിത് പായസത്തിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വെറുതെ കഴിക്കാനാണെങ്കിൽ അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ ആ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി വരും.
അതിനുശേഷം അത് ആ കടലപ്പരിപ്പിൽ നന്നായിട്ട് യോജിച്ച് വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പരുവെന്ന് പറയുമ്പോൾ നമ്മളത് കുറച്ചെടുത്തിട്ട് ഉരുട്ടുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ ഇളക്കിയെടുക്കുക. അപ്പോൾ പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞതിന് ശേഷം 1-2 മിനിറ്റും കൂടി നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിൽ ചെയ്തെടുക്കുക. ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഉരുട്ടാനും അതുപോലെ പരത്തിയെടുക്കാനും ബുദ്ധിമുട്ടാവും. ഇനി അവസാനം അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടാണ് 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചുക്കുപൊടിയോ അല്ലെങ്കിൽ ജാതിക്കപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് അതിൻ്റെ നല്ല ചൂട് മാറിക്കഴിഞ്ഞാൽ, അതായത് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. ചൂട് മുഴുവനായിട്ട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ചെറിയ ചൂടോടുകൂടി തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലൊക്കെ ഉരുട്ടിയെടുക്കുക. മുഴുവനും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ അത്രയും കടലപ്പരിപ്പ് വെച്ചിട്ട് ഒരു 12 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു സൈഡിലേക്ക് വെക്കാം. അടച്ചു വെക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ആ എണ്ണയിൽ കിടന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ ആവശ്യമില്ല. എണ്ണ അതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. ഈ എണ്ണ കളയേണ്ട ആവശ്യമില്ല. നല്ലെണ്ണയുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ഇനി മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം പരത്തിയെടുത്താൽ മതി. പരത്തുമ്പോൾ അത് കുറച്ചൊന്ന് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഈ ഒരു ബോളിയിൽ നമുക്ക് കടലപ്പരിപ്പാണ് കൂടുതലായിട്ട് വേണ്ടത്. മൈദയുടെ ചെറുതായിട്ടൊരു കോട്ടിങ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറഞ്ഞു കഴിഞ്ഞാലും അത് പരത്തുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ മാവിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള കടലപ്പരിപ്പിൻ്റെ ഉരുളയിൽ നിന്ന് ഒരു ഉരുളെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ആ മാവ് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള മാവ് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിന് ശേഷം അത് ഇതുപോലെ ഒന്നും കൂടി ഒന്നങ്ങോട്ട് ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ പതുക്കെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഉള്ളിലെ കടലപ്പരിപ്പ് മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ഈവണായിട്ട് വരുള്ളൂ. അതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കാം. അപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ പലകയിൽ ആദ്യം കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെയും കുറച്ച് അരിപ്പൊടി ആക്കി കൊടുക്കാം. അതിന് ശേഷം പതുക്കെ പരത്തിയെടുക്കുക. ഒരുപാട് ബലം കൊടുത്തിട്ട് പരത്തണ്ട. പൊട്ടിപ്പോവാത്ത രീതിയിൽ അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അരിപ്പൊടി ആവശ്യമാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പരത്തി കഴിഞ്ഞാൽ ഓരോന്നും പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് നല്ലത്. എല്ലാം നമ്മൾ ആദ്യം തന്നെ പരത്തി വയ്ക്കുകയാണെങ്കിൽ അതിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2-3 എണ്ണമൊക്കെ പരത്തി അത് ചുട്ടെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് പരത്തിയെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ മേലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടി കുടഞ്ഞെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള പാനിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി വരും. ഉള്ളിലുള്ള പരിപ്പ് ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ. പുറമെയുള്ള ആ മൈദയുടെ കോട്ടിങ് മാത്രം ഒന്ന് കുക്കായി വന്നാൽ മതി. ചെറുതായിട്ടുള്ളൊരു കോട്ടിങ് ആയതുകൊണ്ട് മൈദ പെട്ടെന്ന് തന്നെ വെന്ത് വരും. പാനിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ മേലെ ചെറുതായിട്ട് കുമിളകൾ വന്നു തുടങ്ങും. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ പരത്തിയതും അതുപോലെ ഫ്ലെയിമും കറക്റ്റ് ആണെങ്കിൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതുപോലെ പൊങ്ങി വരും. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ അതിൻ്റെ 2 സൈഡിൽ നമുക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. നെയ്യാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ശേഷം പിന്നെ ആ സൈഡും ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാനിൽ നിന്ന് എടുക്കാം. ചപ്പാത്തി പോലെ പുറമെ കളർ മാറി ബ്രൗൺ ആവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. പെട്ടെന്ന് തന്നെ ഇത് പാനിൽ നിന്ന് എടുക്കാം. മൊരിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അത്ര നന്നാവില്ല. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ഇനി അടുത്തത് ചുട്ടെടുക്കുന്ന സമയത്ത് പാനിൽ പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബോളി മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചൂടോട് കൂടിയിട്ടൊന്നും പാത്രത്തിൽ അടച്ചു വെക്കേണ്ട. ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി. ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പായസത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനത് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മളത് പാൽപ്പായസത്തിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പായസത്തിൻ്റെ റെസിപ്പികളൊക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഈസി പാൽപ്പായസം, പിങ്ക് പാൽപ്പായസം, സേമിയ പായസം, പാലട, അങ്ങനെ കുറേ പായസങ്ങളുടെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ബോളിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്